പ്രൈസ് ദ ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തീരുവാൻ കർത്താവ് തന്ന നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. അതിനു യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. പ്രിയമക്കളെ, ഈ വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിലും ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് മത്തായി എഴുതിയ സുവിശേഷം 17-14 മുതൽ വായിക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയമക്കളെ, ഇന്ന് പലരും കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അതായത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷങ്ങൾ വായിച്ച മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നോക്കുമ്പോൾ 9-14-15 വാക്യങ്ങൾ നോക്കിയാൽ, അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറേ, വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നു. ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ടയുടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. പ്രീതിമക്കളെ നോക്കൂ, ഹല്ലേലൂയ. പലരും ഇന്ന് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി നിൽക്കും. ഹല്ലേലൂയ. നോക്കൂ, നമുക്കറിയാം, യേശു പോകുന്നിടത്തൊക്കെ പുരുഷാരവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ വായിച്ചു നോക്കും, പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. പ്രീതിമക്കൾ, എന്താണ് കാരണം? ദൈവ സാന്നിധ്യവും വിടുതലും ഇവർക്ക് അനുഭവിപ്പാൻ ഇടയാകുന്നുണ്ട്. യേശു അപ്പച്ചൻ പോകുന്നിടത്തല്ല രോഗികൾ സൗഖ്യമാകുന്നു. ഓരോ വിഷയത്തിന്മേലും ദൈവിക വിടുതൽ അവിടെ നടക്കുന്നു. ഇതെല്ലാം പുരുഷാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വന്ന് മുട്ടുകുത്തുകയാണ്, എനിക്ക് സൗഖ്യം തരണം, എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്ന്. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുന്നുണ്ട്. പലരും കുറ്റം ചുമത്തുവാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇന്നും പലയിടങ്ങളിലും ഇത് തന്നെ നടക്കുന്നു. പ്രിയമക്കളെ, നാം ഓരോരുത്തരും ഇന്ന് ഹല്ലേലൂയ ഇടവും നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഒന്ന് ചോദിക്കുകയാണ്, പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് പലവിധ രോഗത്താൽ, അതായത് ചന്ദ്രരോഗത്താൽ പിടിപെട്ട ഒരു കുഞ്ഞിനെ ഒരു മകനെ കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഈ ഭൂതത്തെ ശാസിക്കുവാനോ ഈ കുഞ്ഞിന് സൗഖ്യം വരുത്തുവാനോ സാധിച്ചില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്? ഇന്നും പലരുടെയും ചോദ്യം ഇത് തന്നെയാണ്. നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് വിടുതൽ നടക്കുന്നില്ല? ഹല്ലേലൂയ. പ്രിയമക്കളെ, നാം എവിടെയാണ് വീണിരിക്കുന്നതെന്ന് നാം തന്നെ ചിന്തിക്കണം. നമ്മുടെ ഇടയിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പലതും നടക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 6:13 വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന്. ഹല്ലേലൂയ. യേശു ആ ശിഷ്യന്മാരെ അയച്ച് അവർ തന്നെയാണ് ഈ സൗഖ്യമൊക്കെ കൊടുത്തത്. എന്തുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്നില്ല? ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, സ്വകാര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിക്കുന്നു. പ്രിയ
പ്രിയ മക്കളെ ഹല്ലേലൂയ, യേശു തന്നെ മറുപടി പറയുകയാണ്. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ, ഇന്ന് നമ്മളുടെ വീഴ്ചയിലെ വിട്ടുവീഴ്ചകൾ, ഹല്ലേലൂയ, അതായത് വിശ്വാസത്തിലെ വിട്ടുവീഴ്ചകൾ സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതം നാം തന്നെ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ പലതും, ഹല്ലേലൂയ, ഈ നാളുകളിൽ നമ്മിൽ നിന്ന് ചോർന്നു പോകുവാൻ ഇടയാകും. ഹല്ലേലൂയ. അധികമായിട്ട് നാം പ്രാർത്ഥനയിൽ ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അധിക വിശ്വാസത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, വിശ്വാസ ജീവിതത്തിൽ അല്പം വീഴ്ച സംഭവിച്ചാൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ പ്രിയ മക്കളെ, ഈ നാളുകളിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം ഏറെ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നാം ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. പലയിടങ്ങളിൽ ഹല്ലേലൂയ, ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ കർത്താവിന്റെ വചനം പറയുവാനോ അവിടെ നിൽക്കുവാനോ കഴിയുന്നില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഉണർന്നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അധികമായിട്ട് പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 60:1 പറഞ്ഞിരിക്കുന്നു, നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് നാം വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഇടയായി തീരണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദിവസങ്ങളെ അവർ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ അല്പവിശ്വാസം, ഹല്ലേലൂയ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വിശ്വാസം എവിടെയാണ്? ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വല്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെ നിലനിൽക്കണം? നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചോ? പ്രാർത്ഥനയിൽ കുറവ് സംഭവിച്ചോ? ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധി മുഴങ്കാൽ മടക്കണം. നാം മറ്റുള്ളവരോട് സുവിശേഷം പറയണം. ഇരുട്ടിലിരിക്കുന്ന ജനങ്ങൾക്ക് നമ്മൾ ഒരു വെളിച്ചമായി തീരണം. ഹല്ലേലൂയ. എഫീസർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, 1:19 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ അല്ല മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. സകല അധികാരവും നമുക്ക് തന്നിരിക്കുന്ന യേശുവിന്റെ കരുത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം അതെടുത്ത് ഉപയോഗിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരായി കണ്ണുനീരൊഴുക്കുന്നവരായി തീരണം. നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇന്ന് വളരെയധികം സംഭവങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നു. ദൈവം ഹല്ലേലൂയ വചനങ്ങൾ പറയുന്നവർക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല. പ്രിയ മക്കളെ, ദിവസങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ അല്പവിശ്വാസമൊക്കെ മാറ്റിയിട്ട് അധികമായിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി നാം ഇന്ന് പ്രാർത്ഥിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഈ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിച്ചു പോകുവാൻ അനുവദിക്കല്ലേ. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകരക്ഷിതാവായ കർത്താവിന്റെ കരങ്ങളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിശ്വാസമുള്ള തലമുറയെ, ഹല്ലേലൂയ, അതിനല്ല നമ്മൾ വിശ്വാസമുള്ള തലമുറ എന്ന് വിളിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേത് വിഷയത്തിൽ ഹല്ലേലൂയ വിശ്വാസക്കുറവുണ്ടോ അത് നാം തന്നെ ഒന്ന് കണ്ടുപിടിക്കുക. പ്രിയ മക്കളെ, നാം ഏതിലാണ് വീഴ്ച നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്നത് നാം അത് കണ്ടുപിടിക്കണം. നാം ഈ ദിവസങ്ങളിൽ അത് കണ്ടുപിടിച്ച് കർത്താവിന്റെ കരങ്ങളിൽ തന്നെ നമ്മെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഹല്ലേലൂയ നോക്കി അവർ തന്നെ കുറവുകൾ കണ്ടുപിടിച്ച് ഈ ദിവസങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരണം. കർത്താവെ, അപ്പന്റെ കരങ്ങളിൽ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അപ്പച്ചന് അതിനു വേണ്ടി ഓരോരുത്തരെ ഒരുക്കിയെടുക്കണമേ. അപ്പ ആരും കർത്താവെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവാൻ അനുവദിക്കല്ലേ. കർത്താവെ, ഹല്ലേലൂയ. ദൈവസന്നിധി വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽപ്പാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവെ, എൻ്റെ അപ്പന്റെ കരങ്ങളിൽ എല്ലാവരെയും
കർത്താവെ സമർപ്പിക്കുന്നു. വചനം എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ വിടുതലിന് കാരണമായി തീരുവാൻ, ആത്മീയ വിശ്വാസത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. സ്തോത്രം.